ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഷൂട്ടിങ്ങിനൊരല്പം കാലതാമസം വന്നുപോയതാണ്. പ്രൊഡ്യൂസേഴ്സ് ആഫ്റ്റർനൂൺ ഫ്ലൈറ്റിലെത്തും. നിങ്ങളുടെ കോമ്പിനേഷൻ അവരെ കാണിച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് തുടങ്ങാം. രണ്ടുപേർക്കും വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല സാർ, ഐ എം ടോട്ടലി ഫ്രീ. എന്താ പ്രിയങ്ക? ഓക്കേ സർ. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് 5 ദിവസം മുൻപേ എത്തേണ്ടതാണ്. അവർ ഇസ്രായേലിലാണ്, അറിയാലോ അവിടുത്തെ ചില പ്രോബ്ലംസ്. അങ്ങനെ അവിടെ കുടുങ്ങിപ്പോയതാണ്. പിന്നെ ഫോട്ടോഷൂട്ടിന്റെ ക്രൂ ഇവിടെയുണ്ട്. അവരൊന്ന് ഓക്കെ പറഞ്ഞ ഒരുപക്ഷെ നാളെ തന്നെ ആയിരിക്കും നമ്മുടെ പൂജാ സെറിമണി. നാളെയോ? ആ, സിനിമ അങ്ങനെയല്ലേ പ്രിയങ്ക. ഭാഗ്യം തേടി വരുന്നതിന്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. നാളെ പൂജയാണെങ്കിൽ മറ്റന്നാൾ തന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫ്രം ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് നിങ്ങൾ രണ്ടുപേരും അവൈലബിൾ ആയിരിക്കുകയും വേണം. ഓക്കെ? ഓക്കെ സർ. പ്രൊഡക്ഷൻ കൺട്രോളർ സുധൻ നിങ്ങളെ രണ്ടുപേരെയും വിളിക്കും. പിന്നെ കോസ്റ്റ്യൂമറും അസോസിയേറ്റും. സോ എല്ലാം റെഡി ആവാൻ പ്രാർത്ഥിക്കുക. നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ? ഓക്കെ സർ. സുധൻ വരൂ. പാടോ. ഓക്കെ പ്രിയങ്ക. ഓക്കെ ഓക്കെ ശരി. ഇതെന്തായി പറയുന്നത്? നാളെ പൂജയോ കല്യാണത്തിന്റെ അന്ന് ഷൂട്ടിങ്ങോ? ശരത്തെ, ഇത് പ്രശ്നമാവേ? എന്ത് പ്രശ്നം? ഞാൻ വീട്ടിൽ എന്ത് ചെയ്യും? തനിക്കിപ്പോ കല്യാണമാണോ പ്രശ്നം? അപ്പോ ഇത്രയും വലിയ ചാൻസോ? എന്തായാലും കല്യാണം നീ മുടക്കും. അപ്പൊ പിന്നെ ഒരു ഷുവർ ടിക്കറ്റ് കഴിഞ്ഞാ മുടക്കി കളാ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പൊ പറഞ്ഞത് ടെൻഷനല്ല, സാറ് പറഞ്ഞതുപോലെ നല്ലൊരു പ്രാർത്ഥനയാ. നിങ്ങളുടെ കോമ്പിനേഷൻ പ്രൊഡ്യൂസർമാർക്ക് ഇഷ്ടപ്പെടണം. അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ഷൂട്ടിങ്ങാ. ആർക്ക് കിട്ടും ഇങ്ങനൊരു ഭാഗ്യം? അത് ശരിയാ. അത് ശരിയാണെങ്കിൽ ബാക്കി എല്ലാം തനിയെ ശരിയായിക്കോളും. പ്രിയങ്ക, ഇതിനേക്കാൾ വലിയൊരു എൻട്രി നിനക്കിനി കിട്ടില്ല. 6 മാസത്തിനുള്ളിൽ നിന്റെ ജാതകം തെളിയും മോളെ. കൂട്ടത്തിൽ എന്റെയും. കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നാളെ പൂജയുടെ സമയം തെറ്റിക്കരുത്. ഇല്ല, ഞാൻ എത്തും. പ്രൊഡ്യൂസർമാർക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ പടം നടക്കും. ഇതാണ് മോളെ കോൺഫിഡൻസ്. ഇതാണ് വേണ്ടത്. ഓക്കെ? നിങ്ങൾ എല്ലാവരും പറഞ്ഞതനുസരിച്ച് വരുണിന്റെ ഭാര്യയാകാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാ ഇവളെ. ഇതിപ്പോ ഇവൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നാണക്കേടായി. ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ ഇതൊന്നും കാണാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന്. എന്നിട്ട് എന്താ എന്നെ പോകാൻ സമ്മതിക്കാതെ? പോകാൻ തീരുമാനിക്കാൻ വരട്ടെ. ഗൗതം, ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞ നാളെ വിവാഹം. നിന്റെ അച്ഛനോട് കൂടി ആലോചിച്ചിട്ടൊരു കാര്യമില്ല. നിന്റെ അച്ഛനിപ്പോ ഏട്ടൻ പറയുന്ന തിരക്കില. നിനക്കെന്തേലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർത്താ പോരാ. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വിവാഹം മുടക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഞാൻ ഒരു ഐഡിയ പറയാം. ഇവിടത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അത് ഫലിക്കുമെന്ന് എനിക്കറിയില്ല. ഫലിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. എന്താന്ന് വെച്ചാ പറയും. ഏതെങ്കിലും വിധത്തിൽ ഇന്ന് രാത്രി ദേവനാരായണന്റെ വീട്ടിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിഞ്ഞ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലേ? വധുവിന്റെ വീട്ടില് തലേ ദിവസം രാത്രി പോകേണ്ട കാര്യം എന്താ? സാധാരണ രീതിയിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ കല്യാണ രീതിയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. മഞ്ഞൾ കല്യാണം. പ്രിയങ്കയ്ക്ക് അങ്ങനെ ഒരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ അതിന് നിങ്ങളാണ് ഇവിടുന്ന് പോകേണ്ടത്. അങ്ങനെ നിങ്ങൾക്കവിടെ എത്താം. ചെറിയമ്മേ, ഗൗതം പറഞ്ഞത് ഒരു നല്ല ഐഡിയ. നമ്മൾ എല്ലാവരും ചേർന്ന് നിർബന്ധമായിട്ട് പറഞ്ഞ മഞ്ഞൾ കല്യാണം നടത്തേണ്ടി വരും. ഒന്നുകിൽ ഏതെങ്കിലും വിധത്തില് ആ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിക്കും.
അത് നടന്നില്ലെങ്കിൽ അവൾക്ക് മുഖത്തിടാനുള്ള മഞ്ഞൾ കൊണ്ടുപോകുന്നത് നമ്മളല്ലേ? അതിനകത്ത് എന്തെങ്കിലും ഒരു കൃത്രിമം ചെയ്യണം. അവളുടെ മുഖം വികൃതമാക്കണം. കണ്ടിഷ്ടപ്പെട്ട മുഖം പിന്നെ വെറുപ്പോടെ നോക്കണം. അത് കൊള്ളാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച വരുണിന് വേണ്ടിയെടുക്കുന്ന മുഹൂർത്തം മുടക്കാൻ അമ്മയേട്ടന് സമ്മതിക്കില്ല. അപ്പൊ പിന്നെ അവരുടെ മുമ്പിൽ ശേഷിക്കുന്ന ഒരേ ഒരു കാര്യം അതേ മുഹൂർത്തത്തിൽ റോഷ്നിയുടെ കഴുത്തിൽ താലി കെട്ടുക എന്നത് മാത്രം. ഒന്ന് നിർത്തുവോ? കേട്ടിട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇത്രയും ദിവസം ഉണ്ടായിട്ടും നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നിട്ടാ ഇന്ന് ഒറ്റ രാത്രി കൊണ്ട്. റോഷ്നി, ഒരാൾ ഒരു കാര്യത്തിൽ വിജയിക്കുന്നത് അതിന്റെ അവസാന നിമിഷത്തിലാണ്. അതുപോലെ ഇതും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാം. നോക്കാം, നമുക്കൊന്ന് ശ്രമിക്കാം. എന്തായാലും ഇത് തന്നെ നമ്മുടെ തീരുമാനം. നമ്മൾ ഇന്ന് രാത്രി ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലുണ്ടാവണം. അച്ഛനും മുത്തശ്ശിയും മഞ്ഞൾ കല്യാണത്തിനെ എതിർത്ത് സംസാരിക്കും. പക്ഷേ നമ്മൾ നിർബന്ധിക്കും, നമ്മൾ സമ്മതിപ്പിക്കും. എപ്പോഴാ സംസാരിക്കുക? എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തത്തില്. നമുക്ക് നോക്കാൻ ചെറിയമ്മേ, ഇത് നടക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അവൾ ഈ പടി കയറില്ല. പകരം നാളെ വിവാഹ മണ്ഡപത്തിലേക്ക് എന്റെ അനുജത്തി പോകും മണവാട്ടിയായിട്ട്. ശ്യാമമ്മയുടെ സ്റ്റേജിൽ വീണു പറഞ്ഞ് ഇയാൾ എന്തിനാ സ്റ്റേജിൽ കയറി പാടിയത്? അത് ഞാനങ്ങനെ പാടാൻ വേണ്ടിട്ടൊന്നും പോയതല്ല. ശ്യാമ മാഡത്തിന് എന്ത് പറ്റുന്ന അറിയാൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെന്നതാ. അവിടെ എത്തിയപ്പോ എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. പിന്നെ ചുറ്റുമുള്ള ആളുകള് വിളിച്ചു പറയുന്നൊന്നും ഞാൻ കേട്ടുമില്ല. ശരിക്കും ഒരു സ്വപ്നലോകത്ത് എത്തിപ്പെട്ടതുപോലെ. ശ്യാമ മാഡം പാടിയിരുന്ന വരികള് പെട്ടെന്ന് എന്റെ തൊണ്ടേന്ന് എങ്ങനെയോ. പിന്നെ ഞാൻ വിശ്വസിച്ചു. ഒരവസരം കിട്ടി, അതങ്ങ് മുതലാക്കി. ഇനിയിപ്പൊ ശ്യാമ മാഡത്തെക്കാളും ഫേമസ് ആയിട്ടുണ്ടാവുമല്ലോ ഇയാള്. ഓ, എന്നെ ആരും തിരിച്ചറിയാനൊന്നും പോകുന്നില്ല. നീ പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോ പിള്ളേരെല്ലാരും കൂടി ആ പൊടികളൊക്കെ വാരി എറിഞ്ഞ് എന്നെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി. ഓ, അങ്ങനെയെങ്കിലും സംഭവിച്ചല്ലോ. പിന്നെ നാണം കെട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ കോളേജ് വീട്ടിൽ എന്റെ ബന്ധം അവസാനിച്ചല്ലോ. എന്തായാലും ശ്യാമ മാഡത്തെ കണ്ടല്ലോ. അവര് പാടിയതിന്റെ ബാക്കി പാട്ടും പാടി. സ്വർഗത്തിലെത്താൻ അത് പോരെ? മതി. ആ വരികളുടെ തുടർച്ച പാടാൻ കിട്ടിയ സമയം ഞാൻ സ്വർഗത്തിൽ തന്നെയായിരുന്നു. എനിക്കിനി വേറെ ഒന്നും വേണമെന്നില്ല. എന്റെ ജന്മത്തിന് ഇത്ര അർത്ഥമൊക്കെ മതി. എന്ത് പറഞ്ഞാലും ഒരു രക്ഷയില്ല. അതെ, വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ ഇടയ്ക്ക് വെച്ച് പോയ കാര്യം പറയാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ആ, ഇല്ല. പറഞ്ഞ കൊല്ലും ഞാൻ. മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് എന്റെ സിനിമ റെഡിയായി, നായികയായിട്ട്. അയ്യോ, ഇനി വിവാഹം കഴിക്കുന്ന ആളോട് ചോദിച്ചിട്ടല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ? അല്ല, എന്നിട്ട് നീ സമ്മതം പറഞ്ഞോ? ഓ, പിന്നെ പറയാതെ. സിനിമയിലെ നായിക വേഷം എല്ലാവരും തേടി വരുന്ന ഒന്നാണോ? അതിനു വേണ്ടിയിട്ടേ കല്യാണം മുടക്കേണ്ടി വന്നാ കല്യാണം മുടക്കും. കെട്ടിയവനെ വലിച്ചെറിയേണ്ടി വന്നാ വലിച്ചെറിയുകയും ചെയ്യും. എന്താടോ, അല്ലെങ്കിൽ കണ്ണു കണ്ടൂടെ? ഇടി, നീയായിരുന്നോ? പിന്നെ നീ എന്താ കരുതിയത്? നിന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നതാണെന്നോ? ആ, ചവിട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തേനെ. ചവിട്ടിയാ കിട്ടുമല്ലോ. അതാണല്ലോ ഈ ജാനി ജേക്കബ്.
ഏയ് പ്രിയ, എന്റെ അമ്മോ, നീയുണ്ടോ? പിന്നല്ലാതെ ഞങ്ങളെ നല്ല ബിസി സ്കെഡ്യൂളിൽ പൊക്കോണ്ടിരിക്കുവായിരുന്നു. പക്ഷേ നിന്റെ കല്യാണം പ്രമാണിച്ച് 2 ദിവസം ലീവാക്കി. ഞങ്ങൾ നിന്റെ വീട് അന്വേഷിച്ചു വരുന്ന വഴിയാ. താങ്ക്സ് ഡാ. ഞാൻ കരുതി നിങ്ങൾ വരാതെ എന്നെ പറ്റിക്കുമെന്ന്. വരാതെ പറ്റോ? എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നിട്ടേ നീ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അതിനൊക്കെ ഒരു പ്രതികാരം ചെയ്യാനേ എനിക്ക് കിട്ടിയൊരു അവസരല്ലേ. ഞങ്ങൾ പൊളിച്ചു തരാടി. ഇതാരായി കക്ഷി? ആ, ഇതെന്റെ ചേച്ചിയാ. ഓ, നീ പറയാറുള്ള ദത്തപുത്രി. എന്താ പേര്? രാധിക. ആള് കാണാൻ സുന്ദരിയാണല്ലോ. അതുകൊണ്ട് നിനക്ക് കൂടെ കൊണ്ടു നടക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഡീ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പിന്നെന്താ? ആ, എന്നാ വണ്ടി വളച്ച് ഇവിടുന്ന് നേരെ തിരിച്ച. ആണോ? ഞങ്ങൾ കുറച്ചു നേരമായിട്ടേ ഇവിടെ കിടന്ന് കറങ്ങുവോ. നിന്നെ വിളിച്ച് ലൊക്കേഷൻ ചോദിക്കാന്ന് സോന പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് സർപ്രൈസ് ആയിട്ട് ചെന്ന് കേറാന്ന്. ഇതൊരു സർപ്രൈസ് തന്നെയാണല്ലോ. കുറച്ച് കറങ്ങിയാലും നഷ്ടമൊന്നുമില്ല കേട്ടോ. നല്ല നാട്, കാണാനും ഭംഗിയുണ്ട്. സിറ്റിയിലെ കെട്ടിടങ്ങളൊക്കെ കണ്ട് മടുത്തിട്ടാ. ഇത് കാണുമ്പോ ഒരു സന്തോഷം. വാ വാ, നമുക്കിനി വീട്ടിൽ പോയിട്ട് സൂഹിക്കാം. കേറി ചേച്ചി. തിരക്ക് പിടിച്ചെടുത്ത കല്യാണാലോചന ആയതുകൊണ്ട് കുറെ പേരെയൊന്നും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കുറെ ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് പരാതി പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ കാലത്ത് ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോയിട്ട് കല്യാണം പിടിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? അതാത് ഗ്രൂപ്പുകളിലേക്ക് ഒരു ഇൻവിറ്റേഷൻ പോസ്റ്റ് ചെയ്താൽ പോരെ? വരേണ്ടവർക്ക് വരാലോ. അതാ, വരേണ്ടവർക്ക് വരാം. എടാ, വഴിയെന്നൊരു കല്യാണക്കത്ത് കിട്ടിയാ നീ കല്യാണത്തിന് പോവോ? അതുപോലെയാ ഈ ഗ്രൂപ്പിലിടുന്ന സംഭവം. നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സുഹൃത്തുക്കള്, അവരെയൊക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടു തന്നെ വിളിക്കണം. അതിനെങ്ങനെയാ? അതിനുള്ള സമയം നീ തന്നില്ലല്ലോ. എടുപിടിയെന്നും പറഞ്ഞോണ്ട് പെട്ടെന്ന് അങ്ങ് കെട്ടാൻ തീരുമാനിച്ചില്ലേ? അതിന് അമ്മ കടന്ന് കുറ്റം പറയണ്ട. അവന് വേണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. മുഹൂർത്തം നേരത്തെ ആയിപ്പോയില്ലേ? മതി മതി മതി. കുറച്ചുകൂടെ കഴിക്കു വരുൺ. ഇത് നല്ലതാ. മതി മതി മതി. വരുണിന്റെ കാര്യങ്ങൾ നോക്കാൻ റോഷ്നിക്ക് പ്രത്യേക ഒരു ഉത്സാഹം. വരുണിന്റെ ജീവിതത്തില് വരുണിനെ ഇങ്ങനെ നോക്കുന്ന ഒരാളാ വരേണ്ടത്. ഉർവശി, നമ്മൾ ഈ പുറത്ത് ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ ഇപ്പൊ മിക്ക ഹോട്ടലുകളിലും പെമ്പിള്ളേരാണല്ലോ വിളമ്പുന്നേ. എന്ത് രസമായിട്ടാ കൊച്ചുങ്ങള് വിളമ്പിത്തരുന്നേ എന്ന് കരുതി അവിടെ കയറി കഴിക്കുന്നവരൊക്കെ ആ കൊച്ചുങ്ങളെ കയറി കെട്ടുവോ? അത് ഗംഭീരായി അമ്മേ. അമ്മേ, ഉർവശി ഒരു തമാശ പറഞ്ഞതാ, അത് വിട്ടുകളാ. അതെ, എന്നാ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അത് വരുണിന്റെ കല്യാണത്തിനുള്ള ഒരു ചടങ്ങിനെ കുറിച്ച്. എന്ത് ചടങ്ങ്? മുത്തശ്ശി, ഞാൻ പറയുന്നതുകൊണ്ട് മാത്രം മുത്തശ്ശി നിഷേധിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പറയാം. ആ, പറ. നമുക്കേ പ്രിയങ്കയുടെ ഹൽദി നടത്തണം. അതെന്താ?
അമ്മേ, ഹൽദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ കല്യാണം. നമ്മൾ ടി വിയിലൊക്കെ ഇടയ്ക്ക് കാണാറില്ലേ? എല്ലാവരും കൂടെ മഞ്ഞ ഇട്ടുകൊണ്ട് ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് അതിനിടയിൽ പെൺകുട്ടിയെ മഞ്ഞൾ അണിയിക്കുന്നൊക്കെ. അങ്ങനെ ഒരു ചടങ്ങ് നമുക്കുണ്ടോ? അങ്ങനെ ഉണ്ടോ അമ്മേ? ഞാൻ കേട്ടിട്ടുമില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. അല്ല, നമ്മൾ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ചെയ്താൽ എന്താ കുഴപ്പം മുത്തശ്ശി? അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? നമ്മൾ അവരുടെ വീട്ടിൽ പോകുന്നു, പ്രിയങ്കയെ മഞ്ഞൾ അണിയിക്കുന്നു, തിരിച്ച് നമ്മളിങ്ങ് പോരുന്നു. അതിനെന്താ? അച്ഛൻ എന്താ പറയുന്നത്? നിഷേധിച്ചാൽ അച്ഛൻ പഴഞ്ചനാണെന്നല്ലേ പറയൂ. പക്ഷേ സത്യത്തിൽ എന്തിനാ ഈ അന്യരുടെ സംസ്കാരം നമ്മൾ കടമെടുക്കുന്നത്? അയ്യോ അങ്കിൾ, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ കൊച്ചു കൊച്ചു വീടുകളിൽ പോലും ഈ ചടങ്ങ് നടക്കുന്നുണ്ട്. ഇത്രയും സൗകര്യമുള്ള ഒരു കുടുംബം അതെന്തിനാ ഒഴിവാക്കുന്നത്? എന്താ വരുണ്ട അഭിപ്രായം? എന്റെ അഭിപ്രായം ഈ കുടുംബത്തിന്റെ അഭിപ്രായം. അച്ഛൻ, അമ്മ, മുത്തശ്ശി അവരെന്ത് തീരുമാനിക്കുന്നു എനിക്കതിൽ ഒരു വിരോധവും ഇല്ല. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ, അല്ലേ ഏട്ടാ? ആ, എന്താന്ന് വെച്ചാ ആയിക്കോ. വരുണേ, നീ പ്രിയങ്കയായി സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചില്ലേ? ആ, അതിനെങ്ങനെയാ? ഞങ്ങൾ തമ്മിലൊന്നും മിണ്ടിയിട്ട് പോലുമില്ല. എന്നിട്ടല്ലേ ആഗ്രഹങ്ങൾ ചോദിക്കുന്നത്? അതാണ് പ്രശ്നം. ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സിലേ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതറിയുന്നോണ്ടല്ലേ ഞാനീ പറയുന്നത്. നമുക്കിതങ്ങ് ചെയ്യാം. നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള എല്ലാ ചടങ്ങുകളും ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയിലും പുതിയ കാലത്ത് എന്തെങ്കിലും കയറിപ്പോയെന്ന് കരുതി കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒന്ന് സമ്മതിക്കമ്മേ. എന്തായാലും കൽപ്പന നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞതല്ലേ. ആ, ഇതുവരെ കൽപ്പന പറഞ്ഞു കേട്ടതിൽ കൊള്ളാവുന്നൊരു കാര്യമായിട്ട് തോന്നിയത് ഇത് മാത്രമേ ഉള്ളൂ. പരമേശ്വര, ഇവര് പറയുന്ന ചടങ്ങ് എന്താന്ന് വെച്ചാ നടത്തിക്കോ. ആ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇപ്പൊ തന്നെ ദേവനാരായണൻ തിരുമേനിയെ വിളിച്ചൊന്ന് പറയണം. അവർക്കൊരു പ്രതീക്ഷ കാണില്ലല്ലോ നമ്മൾ ചെല്ലുവന്ന്. അത് അച്ഛനൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എല്ലാരും കൂടി കയറി ചെല്ലുമ്പോൾ അവര് പെടാപ്പാടുപെടും. ആയിക്കോട്ടെ. മഞ്ഞൾ കല്യാണം അവൾക്ക് ഇഷ്ടമാവും. ഇവരെല്ലാരും പോകുമ്പോൾ എങ്ങനെയെങ്കിലും കൂടെ പോണം. ഒന്നുകൂടി അയാളെ ഒന്ന് ഞെട്ടിക്കണം. ഹായ് മുത്തശ്ശി. വാ. ജെനി കൈ കാണിച്ചപ്പോ മുത്തശ്ശി ഞെട്ടിയോ? കാറിൽ ആരാ വന്നോന്ന് നോക്കാൻ ഇറങ്ങിയതാ. അപ്പൊ പിന്നെ പരിചയമില്ലാത്ത ഒരാള് കൈ കാണിക്കാന്ന് പറഞ്ഞാ? അയ്യോ മുത്തശ്ശി, നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. പ്രിയങ്ക പറഞ്ഞ് മുത്തശ്ശിയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സുഖാണോ മുത്തശ്ശി? പിന്നെ പരമസുഖം. മുത്തശ്ശി, ഇത് സോന. ഹായ്. ആ, നിങ്ങൾ അകത്തേക്ക് കേറ് മക്കളെ. വാ. ഒരു വിശേഷം നടക്കുന്ന വീടാ. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആളില്ല. വെണ്ടിത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അത് മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്? പറഞ്ഞിട്ട് പോയാ തിരിച്ചു വരണ്ടേ? ഞാനൊന്നും പറയുന്നില്ല.